ഞാൻ എന്ത് പറയണത് കൽബെന്നാണ്. എൻ്റെ റസൂലുള്ളാഹിന്റെ മദ്ഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ മാസവും ഞാൻ ഒരു മദ്ഹുർ റസൂൽ നടത്തുന്നുണ്ട്. എല്ലാ മാസവും ഏത് MP തിരക്കിൻ്റെ ഇടയിലും അതിൻ്റെ കൽബാണ്. അപ്പം അത് കേട്ട് ജനം കരയും, അവർ സലാത്തല്ല. ഒരു അത്ഭുതമില്ല അതിന്. പരിശുദ്ധ റസൂലിനെ പറ്റി ഒരാൾ കൽബോടെ പറഞ്ഞാൽ അത് നെഞ്ചിൽ ഹൃദയമുള്ളവൻ്റെ അകത്ത് പോയി തട്ടും. നെഞ്ചിൽ ഹൃദയം ഇല്ലെങ്കിൽ പിന്നെ നിവൃത്തില്ല. കൽബുകളെ പിടികൂടും പുണ്യ നബിയുടെ ഓർമ്മകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങൾക്കൊക്കെ നല്ല ആയുസ് ഉണ്ടാവട്ടെ, ദീർഘായുസ്, ആരോഗ്യം ഉണ്ടാവട്ടെ, ആഫിയത്ത് ഉണ്ടാവട്ടെ. ഞാൻ ഇന്നലെ മദ്ഹുർ റസൂൽ വിശദീകരിച്ച ഒരു ചെറിയ ഹദീസ് അതാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം മദീനയിലെ മസ്ജിദിലെ മിമ്പറിന്റെ ഒരു റിവായത്ത് പ്രകാരം മിമ്പറിൽ കയറി, മറ്റൊരു റിവായത്ത് മിമ്പറിന്റെ ഒരു ഭാഗത്തേക്ക് ചാരി നിന്നു. കയറി നിന്നു അല്ലെങ്കിൽ ചാരി നിന്നു. ഒരു ഹദീസ് തന്നെ 2 റിപ്പോർട്ടിൽ വരും. കണ്ട സഹാബികൾ റിപ്പോർട്ട് ചെയ്യണം. ഇത്ര കൃത്യമായിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. 1400 വർഷം മുമ്പ് നടന്നത് അതിന്റെ എക്സാക്ട് റിപ്പോർട്ടിംഗ്. ഇത്ര റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ലോക വ്യക്തിത്വമേ ഉള്ളൂ. ഷഫീഉൽ വറ, ഖൈറുൽ വറ, അൽ മുസ്തഫ അൽ മുജ്തബ അൽ മുഖ്താറുൻ നബിയുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. നബിയുടെ ഓർമ്മകളിൽ, നബിയുടെ മഹബ്ബത്തിൽ, നബിയുടെ മദ്ഹിൽ ഈ തലമുറ സംഗമം ബർക്കത്തുള്ളതായി തീരട്ടെ. വേറെന്താ ബർക്കത്ത്? വേറെന്താ നമുക്ക് ചെയ്യാനുള്ളത് ഈ ലോകത്തിൽ? പെട്ടെന്ന് അവസാനിച്ചു പോണ ഈ ജീവിതത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പരിശുദ്ധ നബിയോടുള്ള ബന്ധവും 2 സലാത്തും. മരിച്ചു പോകുമ്പോൾ വേറെന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചെന്നാ ഖബറിലെ ചോദ്യം പോലും ബുഖാരി റിവായത്ത് ചെയ്തത് ഒറ്റ ചോദ്യമാണ്. ബാക്കി ചോദ്യമൊക്കെ മറ്റ് ഹദീസ് സമാഹാരങ്ങളാണ്. ഇമാം ബുഖാരിയെ സംബന്ധിച്ച് ഒരു ചോദ്യമുള്ളൂ, എണീപ്പിച്ചിരുത്തും. മരിച്ചെന്ന റസൂലുള്ള പറയാണ്, പുണ്യനബി പറയാണ്, എഴുന്നേൽപ്പിച്ചിരുത്തും നിങ്ങളെ ഖബറടക്കിയാൽ. മലക്ക് എഴുന്നേൽപ്പിച്ചിരുത്തും. ചോദിക്കും, മുഹമ്മദിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? സല്ലല്ലാഹു അലൈഹി വസല്ലം എണീപ്പിച്ചിരുത്തിയിട്ട് ഒരൊറ്റ ചോദ്യമാണ്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യാൻ പുണ്യനബി പറഞ്ഞിരിക്കുന്നു, ഒറ്റ ചോദ്യം. അപ്പൊ മൂമിനായ മനുഷ്യൻ പറയും, അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട മുഹമ്മദ് അല്ലാഹുവിന്റെ അബ്ദും റസൂലുമാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പൊ ബന്ധുക്കളൊക്കെ ഇങ്ങനെ കബറടക്കി മണ്ണാണ്ട് വാരി എറിഞ്ഞു പോയിട്ടേ ഉള്ളൂ. നമുക്കൊക്കെ വരാൻ പോണൊരു നേരാണത്. അപ്പൊ പുണ്യനബി പറയാണ്, ആ മറുപടി കേൾക്കുന്നതോടെ നരകത്തിലുള്ള ഇരിപ്പിടം നിങ്ങൾക്ക് കാട്ടിത്തരും. ഇതായിരുന്നു നരകത്തിൽ നിനക്ക് ഉണ്ടായിരുന്ന സ്ഥാനം. പക്ഷേ നീ ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയത് കൊണ്ട് അതിൽ നിന്ന് നിന്നെ ഒഴിവാക്കിയിട്ട് സ്വർഗം കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, നം സാലിഹ, നന്നായിട്ട് ഉറങ്ങിക്കോ, കിടന്നുറങ്ങിക്കോ ഖബറിൽ. ഇതാണ് പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനവും ബഹുമതിയും. നിങ്ങൾക്കൊക്കെ ദീർഘായുസ്സും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പറ്റി ഓർത്തിട്ട് സിദ്ദീഖുൽ അക്ബർ മിമ്പറിൽ കയറി, അഥവാ മിമ്പറിലേക്ക് ചാഞ്ഞു നിന്നു. എന്നിട്ട് കരഞ്ഞു. റസൂലുള്ള പറഞ്ഞൊരു വാക്ക് പറഞ്ഞു, കരഞ്ഞു. പിന്നെയും പറഞ്ഞു, പിന്നെയും കരഞ്ഞു. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം വാക്ക് ഇത്രേ ഉള്ളൂ. 2 കാര്യം കിട്ടിയവര് ഈ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയവരാണ്. പരിശുദ്ധ നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ അഫു വൽ ആഫിയ, അല്ലാഹുവിന്റെ അടുക്കലുള്ള പൊറുക്കലും ശരീരത്തിനും ദുനിയാവിലെ ജീവിതത്തിന് ആഫിയത്തും. ആഫിയത്തുള്ളൊരു തടിയും കിട്ടി, പാപം പൊറുക്കപ്പെട്ടൊരു ജീവിതവും കിട്ടി. അല്ലാഹു ഇത് 2 നമുക്ക് തരട്ടെ. പൊറുക്കപ്പെടുകയും ചെയ്തു, തടിസുഖം കിട്ടി. ആഫിയത്ത് ഉണ്ടാവട്ടെ എല്ലാവർക്കും. പ്രത്യേകിച്ച് ഇവിടെ ബഹുമാനിക്കപ്പെടുന്ന മുതിർന്നവർക്ക് അല്ലാഹു ആഫിയത്തിനെ കൊടുക്കണേ. ഞങ്ങൾക്കൊക്കെ തരണേ, ദീർഘായുസ് തരണേ, ഞങ്ങൾക്കൊക്കെ തരണേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ
പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരുടെ അനുമതിയോടെ ഈ തലമുറ സംഗമം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കും. ഞാൻ കുറച്ചുകൂടെ ലൈബ്രറിയിലേക്ക് എൻ്റെ വക അനീഫ പറഞ്ഞിരുന്നു, അവിടെ കണ്ട 2-3 പുസ്തകം കൊണ്ടുവന്നതാണ്. അത് ഞാൻ ഇവിടെ സംഭാവന ചെയ്ത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ബാറക്കല്ലാഹ്. ഈ പുസ്തക പ്രകാശനത്തിന്റെ ലൈബ്രറിയിലേക്കുള്ള പുസ്തകത്തിന്റെ സമദാനി സാഹിബ് നൽകുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് സിറാജ് ചെമ്പൻ, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ആത്തിക് എന്നിവരെ സാദരം ക്ഷണിക്കുന്നു. യൂത്ത് ലീഗ് ഞാൻ ഏൽപ്പിക്കാം. ബുക്ക് ചാലഞ്ച് പ്രഖ്യാപിച്ച യൂത്ത് ലീഗിന്റെ ബുക്ക് ചാലഞ്ചിന് എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവരും അതിൽ സഹകരിക്കണം. എല്ലാവരും ബുക്ക് കൊടുക്കണം എന്നാണ് അനീഫ പറഞ്ഞതായിട്ട് നിങ്ങളോട് പറയാൻ പറഞ്ഞത്. ബുക്ക് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബുക്ക് പ്രിയപ്പെട്ട സാധനമാണ്. എന്നാലും അതിന് എന്തെങ്കിലും കൊടുക്കാൻ നോക്കണം എന്ന് ഞാൻ ബഹുമാനപ്പെട്ട സഹോദരന്മാരോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ബുക്ക് ചലഞ്ചിലേക്ക് ഹാദിയ നൽകുന്ന 101 പുസ്തകങ്ങളുടെ നൽകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട CH കുഞ്ഞു സാഹിബിനെ കുഞ്ഞു ഹുദവിയെ സാദരം ക്ഷണിക്കുന്നു. CH ഷരീഫ് ഹുദവി, ജാഫർ ഹുദവി എന്നിവർ ചേർന്ന് നൽകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ തലമുറ സംഗമത്തിൽ പുതുപ്പറമ്പിന്റെ ഈ ഹരിതമണ്ണിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച പുതുപ്പറമ്പിലെ കാരണവന്മാരായിട്ടുള്ളവരെ ആദരിക്കൽ ചടങ്ങാണ് നടക്കുന്നത്. അതിന്റെ ഉദ്ഘാടനം മൊമന്റോ നൽകിക്കൊണ്ട് പ്രിയപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദർ ശിഹാബ് തങ്ങൾക്ക് പ്രിയപ്പെട്ട സമദാനി സാഹിബ് നൽകിക്കൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. 2 മഹത്തുക്കളെ പുതുപ്പറമ്പിൽ വരുമ്പോൾ തീർച്ചയായും ഓർമ്മ വരും. ഞാനൊക്കെ ഒരുപാട് ഇടപഴകിയ അഭിവന്ദനായ ഉസ്താദ് CH ഹൈദറോസ് മുസ്ലിയാർ, അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ ഇടപഴകിയിട്ടില്ലാത്ത കേട്ട് മാത്രം പരിചയവും ബഹുമാനവുമുള്ള മൗലാന അബ്ദുൽ ബാരി മുസ്ലിയാർ, അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. കൊടുക്കാം. അടുത്ത മൊമെന്റോ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കോഴിക്കോട് മജീദ് സാഹിബിനെ സാദരം ക്ഷണിക്കുന്നു. അടുത്തത് പ്രിയപ്പെട്ട പ്രവാസി ലീഗ് നേതാവ് കൂടിയായിട്ടുള്ള പറമ്പൻ മുഹമ്മദ് അലി സാഹിബാണ്. അടുത്തതായി അഹമ്മദ് പി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട അഹമ്മദ് പിയെ ക്ഷണിക്കുന്നു. പൂക്കയിൽ അഹമ്മദ് സാഹിബിനെ ക്ഷണിക്കുന്നു. പറമ്പൻ മുഹമ്മദ് അലി സാഹിബ്. അടുത്തതായി പാലേരി മൊയ്തീൻ ഹാജിയെ വേദിയിലേക്ക് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അടുത്തതായി ശിഹാബ് തങ്ങൾ സൗദത്തിന്റെ ഗ്ലോബൽ ഗെയിം CC നൽകുന്ന ബെസ്റ്റ് സോഷ്യൽ വർക്കർ അവാർഡ് പ്രിയപ്പെട്ട VK ലത്തീഫ് ഹാജിക്ക് നൽകുകയാണ്. ദുബായ് കോർട്ടിലെ സീനിയർ ട്രാൻസ്ലേറ്റർ, ദുബായ് പുതുപ്പറമ്പ് മഹല്ല് റിലീഫ് കമ്മിറ്റി പ്രസിഡന്റ്
ജീവകാര പ്രവർത്തനങ്ങളിൽ ദുബൈയിൽ നിറസാന്നിധ്യമായിട്ടുള്ള പ്രിയപ്പെട്ട VK ലത്തീഫ് ഹാജിയെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. ശിഹാബ് തങ്ങൾ സൗദത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ശിഹാബ് തങ്ങൾ സൗദത്തിന്റെ കമ്മിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട ഹനീഫ പുതുപ്പറമ്പിന് ഗ്ലോബൽ KMC നൽകുന്ന സ്നേഹാദരം അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഹനീഫ മാഷിനെ സാദരം ക്ഷണിക്കുന്നു. ഗ്ലോബൽ KMCCയുടെ ചെയർമാനും സൗദം കമ്മിറ്റിയുടെ കൺവീനർ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ബഷീർ സാഹിബിനെ സാദരം ക്ഷണിക്കുന്നു. ശിഹാബ് തങ്ങൾ സൗദം കമ്മിറ്റി ട്രഷറർ പറയിൽ ബാവ സാഹിബിനെ സാദരം ക്ഷണിക്കുന്നു. പുതുപ്പറമ്പ് ശിഹാബ് തങ്ങൾ സൗദം നിർമ്മാണത്തിലെ സുത്യർഹമായ സേവനത്തിന് പാറയിൽ മൊയ്തീൻ ഹാജി സാഹിബിന് ഗ്ലോബൽ KMCCയുടെ സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പാറയിൽ മൊയ്തീൻ ഹാജിയെ സാദരം ക്ഷണിക്കുന്നു. ശിഹാബ് തങ്ങൾ സൗദത്തിന്റെ ആദ്യ കൺവീനറും ടൗൺ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട EK ഷെരീഫ് ബാവയെ ഗ്ലോബൽ KMCCയുടെ സ്നേഹാദരം നൽകുന്നു, സാദരം ക്ഷണിക്കുന്നു. താങ്ക് യു സമദാനി സാഹിബ്. നമ്മുടെ പരിപാടി തുടരുകയാണ്. ചടങ്ങിലെ മുഖ്യ അതിഥി നമ്മുടെ പ്രിയങ്കരനായ MLA പുതുപ്പറമ്പിൻ്റെ ഇന്ന് കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും യഥാർത്ഥത്തിലുള്ള ശില്പി ബഹുവന്ദനായ അബ്ദുറബ്ബ് സാഹിബാണ്. അദ്ദേഹം യഥാസമയം എത്തിച്ചേർന്നു. മന്ത്രിയായിരുന്നു. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും 20 വർഷം നമ്മുടെ കൂടെ നിന്ന് നമ്മളെ നയിച്ച പ്രിയങ്കരനായ നേതാവാണ്. മുഖ്യ പ്രഭാഷണത്തിന് മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്ന അബ്ദുറബ്ബ് സാഹിബിന് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ കുന്നത്ത് കുഞ്ഞി മുഹമ്മദ് മൗലവി, നമ്മുടെ ഇന്നത്തെ ഈ തലമുറ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ ഡോക്ടർ MP അബ്ദുൽ സമദ് സമദാനി സാഹിബ് MP, വേദിയിലുള്ള പ്രവാസി ലീഗിൻ്റെ പ്രസിഡന്റ് ഹനീഫ മൂന്നിയൂർ, എടലിക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് OT സമദ്, ബയാനുൽ ഇസ്ലാം മദ്രസയുടെ പ്രസിഡന്റ് EK മുഹമ്മദ് കുട്ടി,
ബഹുമാന്യരായ ജമാലു കുളങ്ങര, ഖാദർ അലി എട്ടി, ഇ കെ അലവിക്കുട്ടി, തൂമ്പത്ത് മുഹമ്മദ്, സി ടി ഹബീബ്, ഒ ടി സുറൂർ, കെ കെ കുഞ്ഞു ഹസൻ, കെ സുബൈർ, ജാഫർ പാലപ്പുറ, അഷ്റഫ് കാവുങ്ങൽ, സാദിഖ് പാലപ്പുറ, ഈ ശിഹാബ് തങ്ങൾ സൗദത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ഹനീഫ പുതുപ്പറമ്പ്, പ്രവാസി ലീഗിൻ്റെ പ്രസിഡന്റ് MT അബ്ദുറഹിമാൻ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള പാർട്ടിയുടെ ഭാരവാഹികളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. പുതുപ്പറമ്പിലെ മുസ്ലിം ലീഗ് പ്രവർത്തനത്തിന് പുതിയ അടുക്കും ചിട്ടയും ആവേശവും ഊർജ്ജസ്വലതയും പകരുന്നതിന് ഇന്നലെ ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ശിഹാബ് തങ്ങൾ സൗദത്തിൻ്റെ ത്രിദിന പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് രണ്ടാമത്തെ ദിവസമായ ഇന്ന് രാവിലത്തെ തലമുറ സംഗമവും പ്രവാസി മീറ്റിംഗ് എന്ന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രദേശവുമായും ഇവിടുത്തെ കാരണവന്മാരുമായും ഇപ്പോഴത്തെ ചെറുപ്പക്കാരുമാരുമൊക്കെ വളരെ ആദരണീയായ ബഹുമാന്യനായ MP ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ ഈ വേദിയിലേക്ക് സ്വാഗതസംഘത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുക. സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമൊക്കെയായ ഈ പ്രദേശത്തുകാരുമായി നീണ്ട 20 വർഷക്കാലത്തെ ബന്ധമാണ് എനിക്ക് ഉള്ളത്. 10 വർഷക്കാലം താനൂരിലെ MLA ആയപ്പോഴും അതിനുശേഷം 10 വർഷക്കാലം തിരൂരങ്ങാടി MLA ആയിരുന്നപ്പോഴും എടരിക്കോട് പഞ്ചായത്ത് അതിൻ്റെ ഭാഗമായിരുന്നു. അപ്പം അങ്ങനെ ഇവിടെയുള്ള ഒരുവിധം ആളുകളെ മുഴുവൻ മുഖപരിചയവും കുറേയൊക്കെ ആളുകളെ പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പരിചയവുമൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ട്. എടരിക്കോട് പഞ്ചായത്ത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മുസ്ലിം ലീഗിൻ്റെ വളരെയേറെ ശക്തമായ നേതൃത്വവും അണികളുമുള്ള ഒരു പ്രദേശമാണ്. പാർട്ടി പ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പാർട്ടി അതിൻ്റെ പോഷക സംഘടനകൾ ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ പരിപാടികളുമായും സഹകരിക്കുകയും അതിലവരുടേതായ രീതിയിലുള്ള സംഭാവനകൾ അതാത് അവസരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ഇവിടുത്തെ പാർട്ടി അണികൾ. നമുക്കറിയാം, പല സ്ഥലങ്ങളിലും നമ്മൾ പരിപാടികളിലേക്ക് പോകുമ്പോൾ പ്രായമായ ആളുകളെ കാണുക വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഈ തലമുറ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ ഒരു സദസ്സ് തന്നെ, പ്രത്യേകമായ ഒരു സെഷൻ തന്നെ അതിനു വേണ്ടി ഒരുക്കുന്നുണ്ട്. വാസ്തവത്തിൽ പഴയകാല നേതാക്കന്മാരെ ഇവിടെ വിളിച്ചു വരുത്തി നമ്മളവരോട് പ്രസംഗിക്കുന്നതിന് പകരം അവരിവിടെ വേദിയിലിരുത്തി നമ്മളൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ഇവർ നമ്മളോട് സംസാരിക്കുകയാണ് വേണ്ടത്. കാരണം പാർട്ടി ഇതുവരെ കടന്നു വന്നിട്ടുള്ള അതിൻ്റെ നല്ല കാലഘട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലുമൊക്കെ ഈ പാർട്ടിക്കെതിരായി ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ വന്നിട്ടുള്ള എല്ലാവിധ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ട്
കഴിഞ്ഞ 75 വർഷമായി സ്വാതന്ത്ര്യലബ്ധി മുതൽ ഇങ്ങോട്ട് ഈ പ്രസ്ഥാനത്തെ ഒരു പോറലുമേൽക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഇന്ത്യയിലെ മറ്റേത് രാഷ്ട്രീയ കക്ഷികളെയും പോലെ തന്നെ ഒരു മതേതര സംഘടന എന്ന നിലയിൽ അതേ അവസരത്തിൽ തന്നെ മതന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിക്കൊണ്ട് അതിൽ വിജയം നേടിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ്. നമുക്കറിയാം, പല കാലഘട്ടങ്ങളിലും പല വ്യക്തികളും പല പുതിയ പ്രസ്ഥാനങ്ങളുമൊക്കെ ഈ സംഘടനക്കെതിരായി വന്നിട്ടുണ്ട്, രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ എതിർചേരിയിലുള്ളവർ അതിനൊക്കെ പ്രോത്സാഹനവും നൽകിയിട്ടുണ്ട്. പക്ഷെ ആ സംഘടനകളെല്ലാം തന്നെ ഇന്ന് നാമാവശേഷമായി യാതൊരു അഡ്രസ്സും ഇല്ലാത്ത രീതിയിൽ അവർ ഈ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഒന്നുമില്ലാത്തവരായി മാറിയിരിക്കുകയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പഴയ കാലത്ത് വർഗീയവാദികൾ എന്ന് വിളിച്ചിരുന്നവർ ഇന്നതെല്ലാം തന്നെ മാറ്റി ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലുമൊക്കെ അവഗണിക്കാൻ കഴിയാത്ത ഒരു ശക്തിയായി മുസ്ലിം ലീഗിനെ സ്വീകരിക്കുവാനും മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുവാനും മുസ്ലിം ലീഗിനെ ചേർത്ത് പിടിക്കുവാനും ഒക്കെ സന്നദ്ധരായി വന്നിട്ടുള്ള ഒരു അസുലഭ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും മറ്റൊരു തരത്തിലായിരുന്നെങ്കിൽ ഇന്ന് സമുദായത്തിൻ്റെയും ഒക്കെ അസ്തിത്വത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നമ്മുടെ മതപരമായ അവകാശങ്ങൾ പോലും ഹനിക്കപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള സർക്കാരുകൾ ഇവിടെ ഭരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനകളുടെയും ഒക്കെ ഉത്തരവാദിത്വം വളരെയേറെ വർദ്ധിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഖൈദ മില്ലത്തിൻ്റെ സ്വപ്നം പോലെ അഭിമാനകരമായ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി സമുദായത്തിനു വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും നാട്ടിനു വേണ്ടിയുമൊക്കെ മുസ്ലിം ലീഗിൻ്റെ മൺമറഞ്ഞുപോയ മാനാഥന്മാരായ നേതാക്കന്മാരും ഇന്നുള്ള നേതാക്കന്മാരുമെല്ലാം സഹിച്ചിട്ടുള്ള ത്യാഗങ്ങളും ചെയ്തിട്ടുള്ള സേവനങ്ങളുമെല്ലാം ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ അറിയുന്നവരായിരിക്കും എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാം. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ബഹുമാനായ ബഷീർ സാഹിബ് ഇവിടെ വേദിയിലുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് കൂടുതൽ നേരം കവർന്നെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യം വളരെയേറെ ദുഷ്കരമായ ഭീതിജനകമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുകയാണ്. 2014 ആരംഭിച്ച ശ്രീ മോദിയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഗവൺമെൻറ് കഴിഞ്ഞ 9-10 വർഷത്തോളമായി സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം അതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ മതേതര ജനാധിപത്യ മൂല്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് തൃണവൽക്കരിച്ചുകൊണ്ട് അവരുടെ സ്വന്തമായ അജണ്ടകൾ നടപ്പാക്കി വരികയാണ്. കുറേ കാര്യങ്ങളിലൊക്കെ അതൊക്കെ പ്രകടമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. കുറേ കാര്യങ്ങൾ അണിയറയിൽ ഒരുങ്ങി വരുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഇന്ത്യ രാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി മുസ്ലിം സമുദായം മതപരമായ കാര്യത്തിലാണെങ്കിലും അതുപോലെ സാമൂഹ്യ മത രാഷ്ട്രീയ സംഘടനകൾ നടത്തിക്കൊണ്ടുപോകുന്ന കാര്യത്തിലാണെങ്കിലുമൊക്കെ മുന്നിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അഭിമാനം വിറ്റുകൊണ്ടുള്ള
അഭിമാനം വകവെച്ചു അടിയറ വെച്ചുകൊണ്ടുള്ള ഒരു കാര്യത്തിന് ഈ സമുദായം തയ്യാറാവുകയില്ല എന്ന് നമ്മൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി ഗവൺമെൻറ് നാട്ടിനു വേണ്ടി അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കഴിഞ്ഞ 5 വർഷവും ഒന്നും ചെയ്തില്ല. തുടർ ഭരണം കിട്ടിയപ്പോൾ 2 വർഷവും അതും ഒന്നും ചെയ്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ രീതിയിൽ അഴിമതി നടത്തിക്കൊണ്ട് പാർട്ടിക്കും പാർട്ടി നേതാക്കന്മാർക്കും സമ്പത്തുണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന് പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു അഴിമതി വരുമ്പം കുറച്ച് ഒരു ബേജാറൊക്കെ ഉണ്ടാവുമെങ്കിൽ ഇപ്പോൾ അഴിമതി ആയതുകൊണ്ട് അതിനെപ്പറ്റി യാതൊരു ബേജാറുമില്ല. ജനങ്ങൾ എന്തു വേണമെങ്കിലും പറയട്ടെ, ഞങ്ങളുടെ അജണ്ടയുമായി മുന്നോട്ട് പോകുമെന്നുള്ള ധാർഷ്ട്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളുമൊക്കെ കുറേ കൂടി ശക്തമാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കാരണവന്മാരായിട്ടുള്ള നമ്മുടെ ആളുകളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവരൊക്കെ ഈ പാർട്ടിക്ക് വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചു എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. എന്നീ പുതിയ ലോകക്രമത്തിൽ നമുക്കറിയാം, നമ്മളെല്ലാവരും വളരെ സുഖലോലുപരായി മുന്നോട്ട് പോവുകയാണ്. പഴയ കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. വീട്ടിലെ കാര്യങ്ങൾ തന്നെ പ്രാരാബ്ദങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ സമൂഹത്തിൽ നമുക്കുണ്ടായിരുന്ന ഒരു സ്വീകാര്യതകൾക്കൊക്കെ കുറേ കൂടി മോശമായ രീതിയിലായിരുന്നു. അതുപോലെ നാടിൻ്റെ പൊതുവായ കാര്യങ്ങളിൽ നമ്മളെല്ലാം ചേർത്ത് പിടിക്കുന്നതിന് പകരം വേറിട്ട് നിൽക്കാൻ വേണ്ടി തയ്യാറെടുത്തിരുന്ന ആളുകളാണ് ഉണ്ടായിരുന്നത്. അതിനെയൊക്കെ തരണം ചെയ്ത ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന പഴയ തലമുറയിലെ നമ്മുടെ നേതാക്കന്മാർ. അവർക്ക് അവരനുഭവിച്ച നമ്മുടെ സുഖത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അവരനുഭവിച്ച കാലത്തെ പ്രയാസങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത്. ആ പ്രയാസങ്ങളെല്ലാം അനുഭവിച്ച ആളുകൾ ആ പ്രയാസങ്ങൾക്ക് ശേഷമുള്ള ഒരു നല്ല കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവർ നമ്മളെക്കാൾ ഇരട്ടി സന്തോഷവാന്മാർ. കാരണം അനുഭവിച്ച ത്യാഗമൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല. അവരുടെ കാലഘട്ടങ്ങളിൽ അവർക്ക് സഞ്ചരിക്കാൻ വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല, എന്തിനധികം റോഡുകൾ പോലും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വാർത്താവിനിമയ രംഗത്ത്, കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ശാരീരികമായും മാനസികമായും ഒക്കെ വളരെയേറെ പാടുപെട്ടാണ് ഈ സംഘടനയെ അതിൻ്റെ ശാഖാതലം മുതൽ സംസ്ഥാന തലം വരെ വളർത്തിക്കൊണ്ടുവന്ന അന്നത്തെ മരിച്ചുപോയവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ള മഹാന്മാരായ നേതാക്കന്മാർ മുന്നോട്ട് പോകും. അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള നമ്മുടെ ശക്തിയും നമുക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരവും ഒക്കെയാണ് ഇന്നത്തെ ഈ ശീതളച്ചായയിൽ നമ്മൾ സൗകര്യമായി വിഹരിക്കാൻ ഇടയാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അപ്പോഴും നമുക്ക് നമ്മൾ മുമ്പിലിരിക്കുന്ന തലമുറക്കാരെ കണ്ടുകൊണ്ട് നമുക്ക് പ്രതിജ്ഞയെടുക്കാനുണ്ട്. അവരൊക്കെ സഹിച്ച ത്യാഗം അത് ഈ ലോകാവസാനം വരെ മുന്നോട്ട് പോകണം. അതിന് ഈ സംഘടന ഇതുപോലെ മറ്റൊരു സംഘടന രാജ്യത്തില്ല. ഈ സമുദായത്തിൻ്റെയും പൊതുവായ സമൂഹത്തിൻ്റെയും നാട്ടിൻ്റെയും ഒക്കെ എല്ലാ തരത്തിലുമുള്ള സർവതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരു ആധികാരിക രാഷ്ട്രീയ സംഘടന ഇല്ല, മുസ്ലിം ലീഗ് അല്ലാതെ. അതുകൊണ്ട് ഈ സംഘടന ലോകാവസാനം വരെ നിലനിൽക്കണമെങ്കിൽ അത് തലമുറ കൈമാറി പുതിയ തലമുറകളിലേക്ക് എത്തണം. ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്തുമൊക്കെ എന്തൊക്കെ പുതുമകൾ വന്നാലും എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും അതെല്ലാം നമ്മുടെ ഗുണത്തിന് വേണ്ടി, അത് വ്യക്തിയുടേതാണെങ്കിലും കുടുംബത്തിൻ്റേതാണെങ്കിലും സമൂഹത്തിൻ്റേതാണെങ്കിലും സംഘടനയുടേതാണെങ്കിലും ഒക്കെ അതിൻ്റെ ഗുണത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്ന് പരിശോധിക്കുവാൻ പുതിയ തലമുറയിലെ ആളുകൾക്ക് കഴിയും. അതിന് കഴിയണം.
ആ രീതിയിൽ ഇപ്പോഴുള്ള എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മഹാന്മാരായ പഴയ കാല നേതാക്കന്മാരുടെ ആശീർവാദങ്ങളോടുകൂടി മുസ്ലിം ലീഗിനെ കൂടുതൽ ശക്തിയിൽ നിന്നും ശക്തിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് ഉള്ളത്. നമുക്കറിയാം, കേരളത്തിൽ തിരഞ്ഞെടുപ്പുകളുടെ ഒരു വേലിയേറ്റം തന്നെ വരാനിരിക്കുകയാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശരിക്കും അടുത്ത ഏപ്രിൽ മെയ് മാസം വരെ സമയമുണ്ടെങ്കിലും മോദി ഗവൺമെൻറ് എപ്പോഴാണ് തിരഞ്ഞെടുപ്പ് നടത്തുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ തിരഞ്ഞെടുപ്പാണ് ആദ്യമായി വരാൻ പോകുന്നത്. ഇനിയും ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ് ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്തണോ? ഈ 9 കൊല്ലക്കാലം നമ്മൾ സഹിച്ചത് പോരെ എന്ന് നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ ഇന്ത്യ സഖ്യം, അത് ഇന്ന് മറ്റു പല ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മറ്റു പല സംഘടനകളുടെയും ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി നല്ലൊരു പ്രതിപക്ഷ സംഘടനയായി മുന്നോട്ട് വരികയാണ്. ആ പ്രസ്ഥാനത്തിനെ അധികാരത്തിലേറ്റാൻ നമുക്ക് കഴിയണം. അതിന് വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. അപ്പം അതിലേക്കായിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ ശ്രദ്ധ ഉണ്ടാവേണ്ടത്. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞാൽ പഞ്ചായത്ത്, മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളും അതുപോലെ അസംബ്ലി തിരഞ്ഞെടുപ്പുകളും ഒക്കെ വരാനിരിക്കുകയാണ്. സംഘടനകളുടെയും സംഘടിത ശക്തിയിലൂടെയും കൂടെ അല്ലാതെ നമുക്ക് ഈ നാട്ടിൽ, ഈ രാജ്യത്ത് ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിൽ, ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും ഒക്കെ ഭരണം കെട്ടാൻ വേണ്ടിയുള്ള പരമാവധി പരിശ്രമങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ ഒരു ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷം എന്ന നിലയിലും പ്രവർത്തിക്കുവാൻ മുസ്ലിം ലീഗിന് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്, ഇപ്പോഴും